Max keep a minimum when I do I be living it. Hello guys, what's up? Welcome to another video by Baize. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോകുന്നത് ചോദ്യചിഹ്നം ഫ്രം വികട കവി ബാർകോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആൽബത്തിലെ മൂന്നാമത്തെ ട്രാക്കാണ് ചോദ്യചിഹ്നം, ബീറ്റ് ബൈ ആബ്രോ. ചോദ്യചിഹ്നം ആസ് എ നെയിം മെൻഷൻ കുറേ ചോദ്യങ്ങളാണ്, ഉടനീളം ചോദ്യങ്ങളാണ്, തുടക്കം കുറേ ചോദ്യങ്ങളാണ്, ഇതിന്റെ നടുവിൽ കുറേ ചോദ്യങ്ങളാണ്, അറ്റത്ത് നിർത്തുമ്പോഴും കുറേ ചോദ്യങ്ങളാണ്. ആൻഡ് ദ ബെസ്റ്റ് തിങ് അബൌട്ട് ദാറ്റ് ട്രാക്ക് ഈസ് 2021 ആ ട്രാക്ക് ഇറങ്ങിയിട്ടുള്ളത്. ആ ചോദ്യങ്ങൾ 2025 ഞാൻ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോഴും അത് വാലിഡ് ആണ്. ഈച്ച് ക്വസ്റ്റ്യൻസ് ആർ വാലിഡ്. ഒന്നിനും ഇവിടെ ഒരു മാറ്റം വന്നിട്ടില്ല. അതിന് 2030 40 ആ ചോദ്യം മനുഷ്യന്മാര് നമ്മൾ തമ്മിൽ ചോദിച്ചോണ്ടേ ഇരിക്കുള്ളൂ. ഇവിടെ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. ചുവപ്പ് പച്ചയാവും, പച്ച ഓറഞ്ച് ആവും, ഓറഞ്ച് നീലയാവും, നീല മഞ്ഞയാവും, പൊടികളുടെ കളർ മാറുക എന്നല്ലാണ്ട് ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. സോ ഞാൻ വൈകിപ്പിക്കാണ്ട് ചോദ്യചിഹ്നം ബ്രേക്ക് ഡൗൺ ചെയ്ത് തുടങ്ങാം. കുറെ അധികാരികൾ, രാഷ്ട്രീയക്കാര്, അവർക്കൊക്കെ ഉള്ള അണ്ണാക്കടിയാണ് ചോദ്യചിഹ്നം ആസ് എ സമ്മറി. ചോദ്യങ്ങൾ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടേയിരിക്കും, ചോദ്യങ്ങൾ ഇങ്ങനെ നമ്മളെ മൈൻഡിൽ നിറഞ്ഞുകൊണ്ടേയിരിക്കും. സൊല്യൂഷൻസ്, ഉത്തരമില്ല ചോദ്യങ്ങൾ. നമുക്ക് ചോദിച്ചതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാം. ലെറ്റ്സ് ഗോ. ബീറ്റ് ബൈ ആബ്രോ. വിഷയം ബീറ്റാണ്. ഇത് കേൾക്കേണ്ട പോലെ ആളുകൾ കേട്ടിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേൾക്കേണ്ട പോലെ കുറെ ആളുകൾ ഇത് ചെവിയിലേക്ക് ഇട്ടിട്ട് കേൾക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബ്രേക്ക് ഡൗൺ. അധികാരത്തിന്റെ പറമ്പിൽ ചതിവാണത് പതിവാണല്ല നാട്ടിൽ മാധ്യമ ധർമ്മത്തിന്റെ അളവിൽ കളവാണോ പിന്നെ പെടക്കണ നോട്ടുകൾ കത്തുമ തുടിക്കണ വാക്കിൽ ആണികൾ ഉലയുന്ന വാതിൽ പടിക്കൽ കാവൽ കാണുമോ വാണിപ കാണിക്ക് കേമന് കോമന് തോന്നലോ വാരിവ നീതിയോ നിയമോ എന്തത്. അധികാരത്തിന്റെ മറവിൽ നടക്കുന്ന പല ചതികളും ഇപ്പൊ പതിവാണ് നാട്ടില്. അതിനെക്കുറിച്ച് ആളുകൾ സംസാരിക്കാൻ പോലും വയ്യ. കാരണം നമ്മൾ ജനിച്ചത് തൊട്ട് അധികാരത്തിന്റെ മറവിൽ നടക്കുന്ന ചതികളാണ് നമ്മൾ കാണുന്നത്. നമ്മളെ മക്കൾ കാണുന്നുണ്ടെങ്കിലും അവരത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ്സ് ബിക്കം സോ നോർമലൈസ്ഡ്. ഇവിടെ ഭയങ്കര ഡിസോർഡർ ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. ബട്ട് ആ ഡിസോർഡർ ആയിട്ടുള്ള കാര്യത്തിനെ നമ്മൾ ഭയങ്കര നോർമലൈസ് ആയിട്ടാണ് കാണുന്നത്. അധികാരമുള്ളവർ അവരങ്ങനെ ചെയ്യണം, അവരങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ അവർ നിൽക്കുന്നുണ്ട്. ആൻഡ് ദെൻ മാധ്യമധർമ്മത്തിന്റെ അളവിൽ കളവാണോ? പിന്നെ പെടക്കണ നോട്ടുകൾ കത്തുമോ തുടിക്കണ വാക്ക് എന്ന് പറഞ്ഞാൽ ഇതിനെതിരെ ശബ്ദം ഉയർത്തുന്ന ഓരോരുത്തരും നമുക്ക് അവിടെ കാണാൻ പറ്റും. തുടിക്കണ വാക്ക് എന്ന് പറഞ്ഞാൽ. ആൻഡ് പെടക്കണ നോട്ട് എന്ന് പറഞ്ഞാൽ അധികാരികൾ, പണക്കാർ, അങ്ങനത്തെ ഒരു റെപ്രസെന്റേഷൻ അവിടെ വരുന്നുണ്ട്. ആണികൾ ഉലയുന്ന വാതിലിൻ പടിക്കൽ കാവല് കാണുമോ എന്ന് പറഞ്ഞാൽ ഒരു പാവപ്പെട്ടവന്റെ വാതില്, അതിന്റെ മുന്നിൽ കാവല് കാണൂല. ബട്ട് അതേ സെയിം ക്വസ്റ്റ്യൻ നമുക്ക് വേറെ രീതിയിൽ ആലോചിക്കാം. പല മന്ത്രിമാരും കൊട്ടാരത്തിന്റെ ഉള്ളിൽ, അതിന്റെ റൂമിന്റെ ഉള്ളിൽ, ലോക്കറിന്റെ ഉള്ളിൽ മറ്റേ മൊത്തം ബോഡി ഗാർഡ്സും, അധികാരികൾ, പണക്കാര്, ബോഡി ഗാർഡ്സും എല്ലാതും നിറച്ചു വെച്ചിട്ടുള്ള ഒരു രീതിയിലാണ് നിൽക്കുന്നത്. സോ അവര് അത്രയും രീതിയിൽ നിൽക്കുമ്പോൾ ഇവിടെ നമ്മളെ വീട്ടിലേക്ക് കയറുന്നത് ജസ്റ്റ് ഒരു ഷീറ്റ് വെച്ച് മാത്രം മറച്ചിട്ട്. നമ്മൾ പല റീൽസും കാണാറുണ്ട്, മറ്റേ ഷീറ്റ് വെച്ചിട്ട് മാത്രം. ഈവൻ വാഷ്റൂമിന് പോലും മര്യാദക്ക് അടപ്പില്ലാത്ത കുറേ വീടുകൾ ഇപ്പോഴും ഉണ്ട്. ആ സമയത്ത് പല മന്ത്രിമാരും പല MLA-മാരും വീട് പണിത് കണ്ടും അതുപോലെ തന്നെ അവരുടെ ഗേറ്റുകളുടെ വലിപ്പം കൂട്ടാനും ഒക്കെ നോക്കുന്നുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ആ സ്റ്റേറ്റ്മെന്റ് ഇസ് ലൈക്ക് ദാറ്റ്. വാണിഭം കാണിക്കും കേമനും കോമനും തോന്നലോ. സോ ഇവിടെ തെറ്റുകൾ ചെയ്യുന്ന കേമൻ എന്ന് പറഞ്ഞാൽ മിടുക്കൻ, കോമൻ എന്ന് പറഞ്ഞാൽ മണ്ടൻ. കേമനും കോമനും തോന്നലോ. ആരിവൻ നീതിയോ നിയമമോ എന്തത് അതുപോലും അവർക്ക് അറിയില്ല. നീതി എന്താണോ, നിയമം എന്താണോ, സത്യം എന്താണോ, തിന്മ എന്താണോ ഒന്നും അവർക്ക് അറിയില്ല. ഇനി എന്തുകൊണ്ടാണ് അറിയാത്തത്? നമുക്ക് അടുത്ത വേർഡ്സ് നോക്കാം. കണ്ടതും കേട്ടതും ഇല്ലേ ഒരറിവ്. കണ്ടിട്ടും കേട്ടിട്ടും പഠിക്കാത്തവരാരാണ്? അത് അനുഭവിക്കാത്തവരാണ്. സോ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലേ ഒരറിവ്. ആൻഡ് ദെൻ വെള്ളയിൽ മുങ്ങിയതിനുള്ളിൽ കറുപ്പോ. സോ ഇറ്റ്സ് എ ഡയറക്റ്റ് ഹിറ്റ് ടു ലൈക്ക് നമ്മുടെ രാഷ്ട്രീയക്കാര്. പക്ഷെ രാഷ്ട്രീയക്കാരെ മാത്രം നമുക്ക് അങ്ങനെയാണ് മാറ്റിവെക്കാൻ പറ്റൂല. പകൽ മാന്യന്മാരെന്ന് പറയില്ല, വെള്ളം ഇട്ട് നടക്കുന്നു എന്നുള്ളൂ. അവരാവും നാട്ടിലെ ഏറ്റവും വലിയ തെണ്ടിത്തരം ചെയ്യുന്നവര്. അവരുടെ ഉള്ളു കറുപ്പാണ്. അവരുടെ ഉള്ളില് അടിച്ചമർത്തണം, അവരുടെ ഉള്ളില് അവനെ അങ്ങനെ ഉപയോഗിക്കണം, ഇവനെ ഇങ്ങനെ ഇതാക്കണം, മറ്റേതാക്കണം, ഇതൊക്കെ തന്നെയുള്ള അവരുടെ ഉള്ളില്. വെള്ളയിൽ മുങ്ങി ഉള്ളിൽ കറുപ്പോ. പള്ളയിൽ ആന്തൽ നിത്യമേ തെരുവിൽ ജീവിക്കുന്നവർക്ക് എന്നും പട്ടിണി തന്നെയാണ്. അതിനൊരു മാറ്റം ഇവിടെ ഉണ്ടായിട്ടില്ല. ദേ ആർ സ്റ്റിൽ സ്ട്രഗ്ലിംഗ്. ആൻഡ് ദെൻ പായണ പായല് ഒരു കലം ചോറിനും. അവര് കിടന്ന് നെട്ടോട്ട് ഓടുന്നത് ഒരു കലം ചോറിനും വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ടാണ് അവരൊക്കെ ഓരോ ഓട്ടം ഓടുന്നത്. അവരുടെ കൂര ചോർന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദെൻ നാർന്ന ഗാനയിൽ അയകുന്ന കഥകളോ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ കേട്ട് മടുത്ത സംഭവങ്ങളാണ്. സോ നാർന്ന ഗാനയിൽ അഴുകുന്ന കഥകളോ, ഇതൊക്കെ അവരുടെ സങ്കടവും അവരുടെ കഥകളൊക്കെ
ആ ചാലിലിങ്ങനെ ഒഴുകി അഴുക്ക് ചാലിലിങ്ങനെ ഒഴുകി തീരും, അത്രേ ഉള്ളൂ. അത് എവിടെ ഒരു മാറ്റം വരുത്തൂല, എവിടെ ഒന്നും എത്തിക്കൂല. മാറുന്ന ലോകത്തിനടിയിൽ ചൂതാടി, ഈ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയിൽ കൂടെ അവര് ചൂതാടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ്സ് ലൈക്ക് ഡയറക്റ്റ് ഹിറ്റ് ടു അഗെയിൻ രാഷ്ട്രീയക്കാര്, അധികാരികൾ. അവര് ഇവിടെ നാട്ടിലുള്ള പ്രധാന പ്രശ്നങ്ങളൊന്നും അവർ കാണൂല. ബേസിക് നീഡ്സ് ആണ് ആദ്യം ഒരാൾക്ക് ചെയ്തു കൊടുക്കേണ്ടത്. അവർക്കുള്ള ഷെൽട്ടർ, അവർക്കുള്ള ഫുഡ്, അവർക്കുള്ള ക്ലോത്ത്സ്. ഈ ഒരു സാധനം ഒരു സ്ഥലത്ത് ആർക്കും എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ, അത് ഈ അധികാരം നിങ്ങളെ ഏൽപ്പിച്ചവർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ യു ചോസ് ദ റോങ് പേഴ്സൺ. ഓവർ പറയുന്നുണ്ടാന്ന് അറിയില്ല, ഈ പാട്ട് കേട്ടപ്പോൾ എനിക്ക് അതാ തോന്നിയത്. Let's go. Next line. Yeah, okay. സോ ചങ്ങലയില്ലാത്ത അടിമകളാകാൻ ക്യൂ ആയി. നമ്മൾ ചങ്ങല ഉണ്ടായിട്ടല്ല, ഞാനും ഇപ്പോൾ പറയുമ്പോൾ ഒരു അടിമയാണ്. 9 to 5 ജോബ് ചെയ്യുന്ന ഒരു അടിമയാണ്. അതുപോലെ തന്നെ പലരുടെയും വാക്കിൻ്റെ മേലേക്ക് സംസാരിക്കാൻ പറ്റാണ്ട് ചങ്ങലയില്ലാത്ത അടിമകളാകാൻ നമ്മളെല്ലാവരും ക്യൂ ആയി. ആസ് ലൈക്ക് ഭയങ്കര ഡെപ്ത് ഉള്ള ഒരു വേർഡാണത്, ചങ്ങലയില്ലാത്ത അടിമകൾ. അതാണ് ഇവിടെ പലതും നടക്കുന്നത്. നമ്മളൊക്കെ ചങ്ങലയില്ലാത്ത അടിമകളാണോ എന്നുള്ളത് ഇടക്കിടക്കൊക്കെ ഒന്ന് സ്വന്തം ചിന്തിച്ചു നോക്കുക. രൂപമാറ്റം വന്ന ചൂലായി. സോ അത്രത്തോളം ആളുകൾ നമ്മളെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആർക്കും വേണ്ടാതെ മൂലക്കിലിടും ചൂല് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട്. സോ വി ആർ ലൈക്ക് രൂപമാറ്റം വന്ന ചൂലായി. ലാഭം നോക്കി നിന്ന വ്യാപാരി, രോഗം വന്നാൽ എന്ത് കീജാതി. മനസ്സിലാക്കി തന്നതാണ് നമ്മളെ കൊറോണ ആ കാലഘട്ടം. രോഗം വന്നാൽ എന്ത് കീജാതി. യോഗമാകും എട കോമാളി, ബോധം വീണ ഒരു മേധാവി. ഇതൊക്കെ ഒരു യോഗ ആകുമെന്ന് വിചാരിച്ചിരിക്കുന്ന കുറെ കോമാളികളുണ്ട്. യോഗമാകും എട കോമാളി ആൻഡ് ബോധം വീണ ഒരു മേധാവി ആൻഡ് ഹീസ് തിങ്കിങ് ചോദ്യചിഹ്നം. ബിഗ് ക്വസ്റ്റ്യൻ മാർക്കിലാണ് കാര്യങ്ങൾ തുടങ്ങുന്നത്. ആൻഡ് ദെൻ അതിന്റെ ബാക്കി മൊത്തത്തില് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ എൻ്റെ ഉള്ളില്. എനിക്ക് ഉത്തരങ്ങൾ ഇതിനൊന്നും എനിക്ക് ഉത്തരം തരാനില്ല. ഐ എം ആസ്കിങ് യു ദ ക്വസ്റ്റ്യൻസ്. എന്തെങ്കിലും ഉത്തരം തരാനുണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ആൻഡ് ഈവൻ 2025 ഓഗസ്റ്റ് 30 ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴും മാറ്റമില്ല, ഒരു മാറ്റമില്ല. സ്റ്റിൽ തിങ്സ് ആർ ദേർ. ഈ മേലെ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ വാലിഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ പോവാ. ചോദ്യങ്ങൾ ഒരുപാടോ, അത് തെരുവിൽ സാധാ മനുഷ്യന്റെ വേർപ്പാണോ, സമൂഹം ചൂടാണോ, അതിലവനോ വെറും ഒരു കരുവാണോ. ഓക്കെ, ഉത്തരമില്ല ചോദ്യങ്ങൾ ഒരുപാടോ. ഉത്തരമില്ലാത്ത നേരത്തെ പറഞ്ഞ ചോദ്യത്തിനൊന്നും ഉത്തരമില്ല. ആൻഡ് ഈസ് ടെല്ലിങ് ദാറ്റ് ഉത്തരമില്ല ചോദ്യങ്ങൾ ഒരുപാടോ, തെരുവിൽ സാധാ മനുഷ്യന്റെ വേർപ്പാണോ. തെരുവിൽ സാധാ മനുഷ്യന്റെ വേർപ്പേ ഉള്ളൂ. സമൂഹം ചൂതാണോ, അതിലവനോ വെറും ഒരു കരുവാണോ. സമൂഹത്തിന്റെ കരുവായിട്ട് നടക്കുന്ന പലരും ഉണ്ട്. മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറയാം. ഒരു കല്യാണം നടക്കുകയാണ്. സമൂഹത്തിന്റെ ചൂതായതുകൊണ്ട് മാത്രമാണ് പലരും ഇതുവരെ കാണാത്ത കുടുംബക്കാരെ വിളിച്ചിട്ട് ഫുഡ് കൊടുക്കുന്നത്. ഇന്നലെ വരെ നിന്നെ കുറ്റം പറഞ്ഞ്, നിന്നെ വേണ്ടാന്ന് വെച്ച്, നിന്നെ പറ്റി ബാക്കിയുള്ളവരോട് നെഗറ്റീവും കാര്യങ്ങളും കഷ്ടപ്പെടുത്തി വേണമെങ്കിൽ കല്യാണം മുടക്കാൻ വരെ അവരൊക്കെ നോക്കിയിട്ടുണ്ടാവും. എന്തായാലും സമൂഹത്തിന്റെ വെറും ഒരു കരുവായതുകൊണ്ട് മാത്രം നീ അവരെ വിളിക്കുന്നു. അവര് വിചാരിക്കുന്ന പോലെയാണ് നിന്റെ വീട്ടിലെ ഓരോ കാര്യങ്ങളും നടക്കുന്നത്. പല ചടങ്ങുകളും സമൂഹത്തിന്റെ കരുവല്ലേ നീ ആലോചിക്കുക. ദുരൂഹമുഖമാണോ ആ ചിരിയുടെ മറവിൽ കാണാമോ, സ്വരൂപം കാട്ടാമോ, അതോ അനുദിനം ചെയ്യുന്ന പാപങ്ങൾ അതിനൊരു വില കാണോ. ഓക്കെ, എന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ ഐ എം കൺഫ്യൂസ്ഡ്. ചിരിയുടെ മറവിൽ കാണാമോ, സ്വരൂപം കാട്ടാമോ, ശരിക്കുള്ള മുഖം കാട്ടാമോ, അതോ അനുദിനം ചെയ്യുന്ന പാപങ്ങൾ അതിനൊരു വിലക്കാണോ. നീ ചെയ്തു കൂട്ടുന്ന പാപങ്ങളൊക്കെ അതിനൊരു വിലക്കായിട്ടാണോ നിൽക്കുന്നത്? എല്ലാരും ഓരോ കാര്യങ്ങൾക്ക് അടിമകളായിക്കൊണ്ടിരിക്കുകയാണ്. യൂത്തിന്റെ ശരീരത്തിലൂടെ ഓടുന്നത് രാസപദാർത്ഥങ്ങളാണ്. ഇതൊന്നും ഈ നാട്ടിലെ വലിയ വലിയ ആളുകള് ഒന്ന് കണ്ണടക്കാണ്ട് ഇതൊന്നും നാട്ടിലെത്തൂല. ഇതിന്റെ മുന്നത്തെ വേറൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും നാട്ടിലെത്തൂല. മെയിൻ ആളുകളെ പിടിക്കുന്നില്ല. 5 ഗ്രാമും 6 ഗ്രാമും 7 ഗ്രാമും ഒക്കെ അവര് പിടിക്കുന്നുള്ളൂ. 100 കോടി പിടിച്ചാലും അതൊരു വാർത്തയാവുന്നില്ല. ആ 100 കോടി പിടിച്ചിട്ട് ആ 100 കോടി എന്ത് ചെയ്തെന്ന് ആരും അറിയുന്നില്ല.
ആളുകൾ കണ്ണടക്കാണ്ട് ഇത് ഇത്രത്തോളം അലമ്പാവൂല. സ്റ്റീഫൻ ഈ പണി ചെയ്യില്ല, നീയും ചെയ്യില്ല എന്ന് പറയാൻ ഒരു സ്റ്റീഫനും ബോബിയും ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഇത്രത്തോളം അലമ്പാവൂല. ഇപ്പോഴത്തെ നാട്ടിന്റെ അവസ്ഥ. മാനവരാശി തൻ ഭാവിയോ നിശ്ചയിക്കാനായി വാരഫലങ്ങളോ പ്രതിമകളോ, വാരഫലങ്ങൾ എന്ന് പറയുന്നത് ഈ കൊല്ലം അങ്ങനെയാണ്, ഈ കൊല്ലം ഇങ്ങനെയാണ്, അതാണോ പ്രതിമകളാണോ? നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നത് മറ്റെന്തോ സംഭവങ്ങളാണ് എന്നാണ് പറയുന്നത്. വാരഫലങ്ങളോ പ്രതിമകളോ? ദൈവത്തിന് അല്പമേൽ നിന്റെ വിശ്വാസങ്ങൾ അർപ്പിക്കണോ? ആരും ഒരു മറുപടി നൽകാൻ ചോദ്യങ്ങൾ തൂലികയാൽ എനിക്ക് അർപ്പിക്കണോ? മനസ്സെന്ന ദൈവത്തിൻ അല്പമേലും നിന്റെ വിശ്വാസങ്ങൾ അർപ്പിക്കണോ? യു ഹാവ് ടു ഡു ദാറ്റ്. എവരിവൺ ഹാവ് ടു ഡു ദാറ്റ്. നിന്റെ മനസ്സാണ് നിനക്ക് ഏറ്റവും കൂടുതൽ ശക്തി തരുന്നത്. നിന്റെ മനസ്സ് പാളി തുടങ്ങിയാൽ അവിടെ പിന്നെ നിനക്കിത് ചെയ്യാൻ പറ്റും, നിനക്ക് അതിനെ കൊണ്ട് മാറ്റാൻ പറ്റും. നീ ഇത് ചെയ്ത് കാണിക്കുന്നുള്ള കാര്യങ്ങൾ നീ നിന്നിൽ വിശ്വസിക്കണം. സ്വന്തം മനസ്സിനെ വിശ്വസിക്കാണ്ട് ബാക്കിയുള്ളതിന്റെ മുന്നിൽ പോയിരുന്നിട്ട് ഒരു കാര്യമില്ല. സോ ആർക്കും ഒരു മറുപടി പറയാൻ പറ്റാത്ത ഈ ചോദ്യങ്ങൾ കൊണ്ട് ഇനിയും എൻ്റെ തൂലിക ഞാൻ കർപ്പിക്കണം. ഇനിയും ഞാൻ കുറേ ചോദ്യങ്ങൾ എൻ്റെ അടുത്തുണ്ട്, ഇതിനൊന്നും ആർക്കും മറുപടി പോലും പറയാൻ പറ്റുന്നില്ല. ഇനിയും ഞാൻ ഇത് ചോദിച്ചുകൊണ്ടിരിക്കണോ? കോടികൾ കയ്യിലാക്കി പിന്നെ കള്ളക്കളികളാടി നടക്കണ കാരണം ആരുടെ കീശയിൽ തടിപ്പുകളോ? എന്ത് വരികളാടാ. പണവും സമ്പത്തും നേടിയാണ്ട് പിന്നെ തെറ്റായ രീതിയിലൊക്കെ നടക്കുന്ന കാരണന്മാരുടെ അവരുടെ കീശ തടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എവിടേക്ക് ശ്രദ്ധ പതിച്ചാലും ഇരട്ടത്താപ്പുകളോ? നോൺ ഈസ് ഡയറക്റ്റ്, നോൺ ഈസ് സ്ട്രൈറ്റ്. എല്ലാരും രണ്ട് തോണി കാലുത്തിട്ടുള്ള. എവിടേക്ക് ശ്രദ്ധ പതിച്ചാലും ഇരട്ടത്താപ്പുകളോ? രാവിലെ സൂര്യപ്രകാശത്തിൽ മാഞ്ഞിനെ ചമയുന്ന നാറുകൾ, രാവിലെ തലയിൽ തുണിയിട്ട് മറച്ചിട്ട് തേടുന്ന വേശിടികളോ? ഓക്കെ, രാവിലെ സൂര്യപ്രകാശം തേടിയിട്ട് നല്ല മാന്യന്മാരായി നടന്നിട്ട്, സൂര്യപ്രകാശത്തിന്റെ പകൽ മാന്യന്മാരായി നടന്നിട്ട് രാത്രി ആവുമ്പോൾ അവര് തന്നെ വല്ല വേശ്യയുടെയും വീട്ടിൽ പോയിട്ട് അതുവരെ പെണ്ണ് അമ്മയാണ്, പെണ്ണ് മറ്റേതാണ്, പെണ്ണ് അതാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാ ടൗണിലും ഇരുന്നിട്ട് ഒരു ചായം പിടിച്ച് ഇങ്ങനെ സംസാരിക്കുന്ന ആളുകളാവും. അവര് രാത്രി പോലെ അങ്ങട്ടാ ഒക്കെ ഇരട്ട താപ്പുകളാണ് ഇവിടെ മൊത്തം നടക്കുന്നത്. പരസ്യമായി സ്ത്രീയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവര് സംസാരിക്കുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്. എന്നിട്ട് കള്ളിന്റെ കെട്ടില് അവര് വീട്ടിൽ പോയിട്ട് ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് സ്വന്തം ഭാര്യനെ. ദിസ് ഇസ് മൈ ഫേവറേറ്റ് ബെസ്റ്റ് ലൈന് ഫ്രം ദിസ് വൺ. ഇത് തലമുറ കാക്കുന്ന കവിതകളോ എന്ന് മൂപ്പര് ചോദിക്കുമ്പോൾ അല്ലേ, നമ്മളൊരു കാര്യം ആലോചിക്കണം, ഇവിടെ ഒരു മാറ്റം വന്നിട്ടില്ല എന്നുള്ളത്. അതും വൺ ഓഫ് ദ ബെസ്റ്റ് തിങ് വിച്ച് ഈസ് ബാക്കിംഗ് ദിസ് തിങ് അപ്പ് ഈസ് 2021 ചോദ്യചിഹ്നം ട്രാക്ക് ഇറക്കുന്നത്. 2025 ഞാനത് ആലോചിക്കുമ്പോഴും ഞാനിതിനെ കുറിച്ച് കേൾക്കുമ്പോഴും ഐ എം സ്റ്റിൽ ഹിയറിങ് ഇറ്റ് ലൈക്ക് ശരിയാണ്, ചോദിക്കുന്ന ചോദ്യങ്ങൾ ശരിയാണ്, എനിക്കിതിനൊന്നും ഉത്തരം തരാനില്ല, ഇതൊക്കെ ശരിയാണ്, ഇവിടെ എങ്ങനെയാണ് നടക്കുന്നത്, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോ തലമുറ കാക്കുന്ന കവിതകളോ, ഒരു തലമുറ കവിത കൊണ്ടെടുക്കണമാതിരി നമ്മൾ ഈ സ്വഭാവങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുനടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഈ ചോദ്യങ്ങളും അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് നിരപരാധിയുടെ തലവറ തടവുകളോ? ബ്രോ, അഴിമതി ഒലിച്ചു പോവാനായി, അഴിമതിക്ക് ഒരു കുഴപ്പമില്ലാണ്ട് ഒലിച്ചു പോകാനായിട്ട് നിയമത്തിൽ മൊത്തം അടക്കാത്ത വെടവുകളാണ് നിയമം. അവർ ലോ ഇസ് ഫിൽഡ് വിത്ത് മെനി ഗ്യാപ്സ് ആൻഡ് ലൂപ്പ് ഹോൾസ് ദാറ്റ് അഴിമതിക്ക് സുഖമായിട്ട് ഇങ്ങനെ കടന്നു പോവാം. ഓക്കെ, അടുത്തത് അനവധി ചോദ്യചിഹ്നങ്ങൾ ബോധമനസ്സിൽ ജനിതകമോ? എനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ സോ അനവധി ചോദ്യചിഹ്നങ്ങൾ, ഈ കുറെ ചോദ്യങ്ങളൊക്കെ വരുന്നത് അത് ഇന്റെ പ്രശ്നമാണോ അതോ ഇത് ബോധമനസ്സിൽ ജനിതകമാണോ? ഐ ഡോണ്ട് നോ. ഇതൊക്കെ എനിക്കത് വേണം, എനിക്കിത് വേണം, സ്വത്ത് വേണം, സമ്പത്ത് വേണം, മറ്റേത് വേണം, മറിച്ചത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം 6 അടി മണ്ണിന്റെ താഴേക്ക് പോകുമ്പോൾ നത്തിങ് ഹി ഈസ് ഹാവിങ്, ജസ്റ്റ് ചവറുകൾ മാത്രം. നിന്റെ കണ്ണ് വരെ പോകും 3 ദിവസം കഴിഞ്ഞാൽ. പിന്നെ എന്താണ് നിനക്കുള്ളത്? ഞാൻ ഏറ്റവും വിലപ്പെട്ടത് എൻ്റെ കണ്ണ്, എൻ്റെ ശരീരം അലിഞ്ഞു പോകും. ഒന്നും എവിടേക്കും കൊണ്ടുപോകാൻ പറ്റൂല.
ആൻഡ് ഇറ്റ്സ് എൻഡിങ് ലൈക്ക് ആകെ ബാക്കി കുറേ ചോദ്യചിഹ്നം, ഈ പാട്ടിൻ്റെ ബാക്കിലും കുറേ ചോദ്യചിഹ്നം. സോ ഈ പാട്ട് നമ്മൾ 2025 കേൾക്കുമ്പോഴും അവിടെയും കേൾക്കാൻ നമുക്ക് കുറേ ചോദിച്ചു. നമുക്ക് തന്നെ ഒന്ന് അറിഞ്ഞുകൊണ്ട് ഇതിൻ്റെ ലിറിക്സ് വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ആൻഡ് ദിസ് തിങ് ഈസ് സ്റ്റിൽ വാലിഡ് ഇൻ 2025. ഇനിയും കുറേ തലമുറകൾ ഈ ചോദ്യങ്ങളും വെച്ചിട്ട് നടക്കും. സോ അത്രേ ഉള്ളൂ പറയാൻ. So this is my breakdown to Chodhichinnam by Vikde Kavi, beat by Abro, and hereby is signing out from Barcode Decoding episode 2. Peace out. Mic check, mic check. Mic check, 1, 2, 3. Shadowbox. 1 is a jab, 2 is a right cross, 3 is a left hook. Shadowbox. Jab that can knock you out. Straight from the wall.